പ്രോസിക്യൂട്ടറുടെ ഈ റിപ്പോർട്ട് മുഴുവൻ പ്രോസിക്യൂഷന്റെ അടുത്തായിരുന്നു, ഗവൺമെന്റ് ഈ പോലീസിന്റെ അടുത്തേക്കല്ല വരുന്നത്. അല്ല, ഇനിയിപ്പോ 9-ാം തീയതി പറയും. 9-ാം തീയതി സാധാരണഗതി നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? ഇത് 9-ാം തീയതി വിളിക്കുമല്ലോ. 9-ാം തീയതി വിളിക്കുമ്പോൾ SIT പറയും ഈ ഭാഗമെല്ലാം. അത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, സ്വാഭാവികം. പറഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയോ? ഇനിയിപ്പോ യഥാർത്ഥത്തിൽ ഈ രണ്ടാമത്തെ വിധി വന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഈ അന്വേഷണത്തിന്റെ ആധികാരികത ഉറപ്പുവരുത്തിക്കൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഈ ഓർഡർ ഇറക്കുന്നത് സിംഗിൾ ബെഞ്ചിന്റെ ആദ്യത്തെ ജാമ്യാപേക്ഷ തള്ളിയപ്പോ SITയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നിരീക്ഷണങ്ങൾ വന്നതിന് ശേഷമല്ലേ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിറക്കിയത്? ഇതിനു ശേഷമല്ലോ. സിംഗിൾ ബെഞ്ചിന്റെ പരാമർശം വന്നതിന് ശേഷമല്ലേ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഉത്തരവ് ആധികാരികമായിട്ടെന്ന് പറഞ്ഞാൽ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് പറഞ്ഞ് ശരിയല്ല എന്ന് പരോക്ഷമായി ഇതിനകത്ത് പറയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ എന്താ പ്രശ്നം? അതാരും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചില്ല. ആദ്യത്തെ ദിവസം നിങ്ങൾ ഈ കോടതി ലേഖകന്മാരൊക്കെ അവധി എടുത്തുകൊണ്ടായിരിക്കാം. ഇന്ന് രാജേഷാണ് അത് ആദ്യം പറഞ്ഞത്. കോടതി ലേഖകന്മാർ അവധി എടുത്തുകൊണ്ടായിരിക്കും ആരും റിപ്പോർട്ട് ചെയ്തില്ല. യഥാർത്ഥത്തിൽ ഒരു എക്സ്ക്ലൂസീവ് അല്ലേ, ബ്രേക്കിംഗ് ന്യൂസ് അല്ലേ. സിംഗിൾ ബെഞ്ച് പറഞ്ഞു, പക്ഷേ ഇതാ ഡിവിഷൻ ബെഞ്ച് ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, സാറ്റിസ്ഫാക്ടറി ആണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരിക്കുന്നത് CMO ആണെന്നുള്ള ആ വാദം തള്ളി. എത്ര സബ് ടൈറ്റിൽ കിക്കിറക്കിടാൻ നിങ്ങൾക്ക്? ആരോപണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ സോണിയാഗാന്ധിയുടെ ഒപ്പം രണ്ടുപേർ ഈ പ്രതിയുമായിട്ട് കട്ടയാൻ, വിറ്റയാൾ, അതിന് തുടർച്ചയായി നിന്നയാൾ, 3 പേരും ഒറ്റ ഫ്രെയിമിൽ എങ്ങനെ വന്നു? അജിതയ്ക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിൽ നിന്ന് ചെല്ലാൻ പറ്റും? പ്രശാന്ത് രഘുവംശത്തോട് ചോദിച്ചു. അനുമതിയൊക്കെ വാങ്ങി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് പാർലമെന്റ് മെമ്പർമാരായിരുന്ന കാലത്തോടും കാണാൻ പറ്റില്ല. ഞാൻ ഇത് എന്ത് നിങ്ങൾ തെന്നിരിക്കണേ? അജിത ഇത് പറയൂ. ഞാൻ ചോദിച്ചത് നിങ്ങൾ ചോദിക്കേണ്ട. അപ്പോ അദ്ദേഹം ചോദിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ ഒപ്പം ചിത്രം കണ്ടല്ലോ. മുഖ്യമന്ത്രിയോട് നിങ്ങളെല്ലാവരും ഉണ്ടായല്ലോ, എന്താ നടന്നെന്നുള്ളത്. പ്രധാനമന്ത്രി വളരെ സുരക്ഷയുള്ള ഒരാളുടെ അടുത്ത് 2 MP-മാർ ഈ കട്ടയാൾ, വിറ്റയാൾ, അതിന് ഉപയോഗിച്ചയാൾ 3 പേരെ ഒന്നിച്ച് ബെല്ലാരിക്കാരെ കൊണ്ടുപോകുമ്പോൾ അവരിത് കൈ കെട്ടിക്കൊടുക്കുമ്പോ സാധാരണ ഈ Z കാറ്റഗറി ഉള്ളവരുടെ അടുത്തേക്ക് ഇത് കെട്ടിക്കൊടുക്കുമ്പോൾ തന്നെ ഇവർ പരിശോധിക്കുന്ന. ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തെങ്കിലും പ്രതിപക്ഷം പറഞ്ഞോ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞോ? അല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞോ? അത് വേറെ കാര്യം. അതിപ്പോ SIT അല്ലേ നോക്കണം, നമ്മളല്ലല്ലോ. SIT ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലല്ലേ. ഇന്നാളെ അറസ്റ്റ് ചെയ്യണമെന്ന്, ഇന്നാളെ ചോദ്യം ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു ഇതിന് ചോദിക്കും. നിങ്ങൾ ശക്തമായി ചോദിക്കേണ്ട, ഇവരെങ്ങനെ ഇത്രയും സെക്യൂരിറ്റി ഉള്ള ആളുടെ അടുത്ത് പോയി എന്നുള്ളത് അസംബ്ലിയിൽ നിങ്ങൾ പറഞ്ഞില്ല. ഞങ്ങളോടെങ്കിലും ഒന്ന് പറയൂ എന്ന് നിങ്ങൾ പറയണ്ടേ? അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ഉത്തരം കിട്ടിയോ? അപ്പം തെറ്റി. ഇപ്പൊ ഞാൻ പോകുന്നു, എന്റെ കൂടെ ഒത്തിരി ആളുടെ ഫോട്ടോ എടുക്കും. മുഖ്യമന്ത്രിയുടെ ചടങ്ങി നിൽക്കുന്നു, ഒത്തിരി ആളുടെ ഫോട്ടോ എടുക്കും. ഇത് സോണിയാഗാന്ധിയെ പോലൊരാളുടെ അടുത്ത് ഈ 3 പേര് ഒന്നിച്ച് ഒരു MP, അതുപോലെ തന്നെ അമ്മത്തെ 2 MP-മാർ, അത് ഒരു തവണയല്ല, നിങ്ങൾ ഒരു തവണയല്ല 2 തവണയെന്ന് MP എന്നെ സാക്ഷ്യപ്പെടുത്തി. അപ്പൊ നിങ്ങൾക്ക് ചോദിച്ച ചോദ്യത്തിന് ഇതേവരെ ഉത്തരം കിട്ടിയോ? നിങ്ങളുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള ജേർണലിസ്റ്റുകൾ ഉണ്ടല്ലോ, അവരൊന്ന് അന്വേഷിക്കണ്ടേ? ഇതാരു വഴി? ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ആരു വഴി? ഒരു അന്വേഷണ സംഘം, ജേർണലിസ്റ്റുകൾ നോക്കണ്ട. ആരു വഴി? സോണിയാഗാന്ധി തെറ്റിയത് ഞങ്ങൾ പറയുന്നില്ല. സോണിയാഗാന്ധിയെ പോലൊരാളുടെ ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ അടുത്തേക്ക് ആരു വഴി? കട്ടയാൾ, വിറ്റയാൾ, 3-ാമത്തെ ആൾ ഗോവർദ്ധൻ, 3 പേരും ഒറ്റ ഫ്രെയിമിൽ കുറ്റമുതൽ വാങ്ങിയ എങ്ങനെ വന്നു? അത് ഇത് പറയും. ഇത് സോണിയാഗാന്ധിയുടെ അതേ സെക്യൂരിറ്റി അവിടെ ഇട്ടൊന്നും എനിക്ക് അറിയില്ല. അല്ല, സോണിയാഗാന്ധിയുടെ അതേ അത് അവർ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇത് അതിനേക്കാളൊന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തം മനസാക്ഷിയോട് ചോദിക്കാനേ അറിയാമല്ലോ. ഇത് വളരെ ഗൗരവമായൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇതൊരു ഉത്തരം കിട്ടിയിട്ടില്ല. എന്നാൽ നിങ്ങളൊന്നും അന്വേഷിക്കുക ആര് വഴിയാണെന്നുള്ളത്. പാർലമെന്ററി കാര്യമന്ത്രി വിളിക്കും. അത് കഴിഞ്ഞ തവണ ശ്രീ ചെന്നിത്തല പറഞ്ഞ് ഞാൻ നിങ്ങളോട് തന്നെ കാണിച്ചല്ലോ എന്താന്ന് ഞാൻ പറഞ്ഞെന്നുള്ളത്.
ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം ബഡ്ജറ്റിന്റെ ചർച്ചയിൽ അവർ ഏകദേശം നിൽക്കുകയായിരുന്നു. കേന്ദ്ര ബഡ്ജറ്റ് വന്നു. BJPക്ക് എതിരെ പറയണം. ഇത് നല്ലൊരു അവസരമല്ലേ? കേന്ദ്ര ബജറ്റ് കേരളം എന്നൊരു സംസ്ഥാനം ഈ ഭൂപടത്തിലുണ്ടോ എന്ന മട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അത് സംബന്ധിച്ച് ശക്തമായ വിമർശനം ഈ നാടിന് വേണ്ടി ഉന്നയിക്കാൻ സഭാവേദിയെ ഉപയോഗപ്പെടുത്താതെ ഇപ്പോ ബഹളമുണ്ടാക്കുന്ന വിഷയത്തിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് അതിനെ ഉപയോഗപ്പെടുത്താതെ യഥാർത്ഥത്തിൽ BJPക്ക് MLA മാർ നിയമസഭയിൽ ഇല്ലാത്തതിന്റെ കുറവല്ലേ പ്രതിപക്ഷം ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്?